ഇതെന്താ പുരുഷോ, ജീവിതമൊക്കെ എടുത്ത് സന്യസിക്കാൻ പോവാ? ജീവിതമൊക്കെ എടുത്തു തുടങ്ങി, സന്യസിക്കാനൊന്നും പോണില്ല. അല്ല, ഈ സന്യാസിമാരുടെ വേഷമൊക്കെ കണ്ടപ്പോ ചോദിച്ചാണ്. സംഭവം നീ പറഞ്ഞൊക്കെ ശരി തന്നെയാ. ഇതൊക്കെ സന്യാസിമാരുടെ വേഷം തന്നെയാ. പക്ഷേ ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. കഥയാ? എന്ത് കഥ? അനക്ക് പോയിട്ട് തിരക്കുണ്ട പ്രസാദേ? ഏയ്, എന്നാ നീ ഇവിടെ ഇരിക്കേ. കഥ ഞാൻ വിശദമായിട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം. കുറച്ച് നാള് മുന്നേ ഞങ്ങള് പളനിക്കൊരു യാത്ര പോയി. അതെപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരൊക്കെ ഉണ്ടാർന്ന്? ഞാന്, ഗണേശൻ, വാസു, പിന്നെ ഇവിടെ മാമല്ലേ, മൂപ്പരും. മാമന്റെ കൂടെ പോയത്? ഇന്ന വിശദമായിട്ടൊന്ന് പറഞ്ഞോ, അപ്പൊ എന്തേലും ഇല്ലാതിരിക്കില്ല ഇല്ലേ? അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, മതിയില്ലേ? ഒരു വിധം. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. അല്ല, ഏത് ഭാഗത്തായിട്ട് വരും അമ്പലം? കുറച്ച് ദൂരമുണ്ട്. അപ്പൊ ഉദ്ദേശം ഒരു എത്ര പടി കാണും? ഏയ് അധികമൊന്നുമില്ല, 10-700 എണ്ണം. ഇതൊക്കെ എന്ത് പടി? ഞാൻ പണ്ട് ഗുജറാത്തിലെ മോഹൻഡാവും മല കയറിയിട്ടുള്ള ആളാ. നിങ്ങൾ പോയിട്ട് വരെ എനിക്കുള്ളൊരു വഴിപാടും കൂടി അവിടെ ഇട്ടോ. ഞങ്ങൾ പോയിട്ട് വരാം, നീ റൂമിലിരിക്കേ. എന്തായി? തിരക്കൊന്നുമില്ലല്ലോ? നല്ലോണം തൊഴാനൊക്കെ പറ്റിയില്ലേ? നന്നായി തൊഴുതു ഭഗവാനെ. ഹാവൂ, നീയും കൂടി വരണ്ടാണ് പുരുഷോ. തിരക്കൊന്നുമില്ല, സുഖമായിട്ട് തൊഴാൻ പറ്റി. സ്വല്പം ചൂടുണ്ട്. ആ കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാന്നേ. ഞാൻ പഴനിയില്ലേ. ആ എന്തേ? പൈസ വാങ്ങിണ്ടായിരുന്നു.
ഞാൻ വൈകുന്നേരം എത്തും. അത് കൊടുക്കാലോ. അണ്ണാ, ആ ചേട്ടാ മലയാളത്തിൽ പറഞ്ഞാ മതി, ഞാനും മലയാളിയാ. ആ അത് ശരി. അപ്പൊ കാര്യം എളുപ്പമായല്ലോ. താളം ചവിട്ടാണ്ട് കാര്യം എന്താന്ന് പറ. ചേട്ടാ, ഒരു 5000 റുപ്യ വേണം. അവരാണ് നല്ല ഉറക്കാണ്. എനിക്കാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. ആ അത് കുഴപ്പമില്ല, ഞാൻ പൈസ ഞാൻ തരാം. അപ്പൊ ഞാൻ റൂം വെക്കറ്റ് ചെയ്യുമ്പോ പൈസയും വാടകയും എല്ലാം കൂടി ഒരുമിച്ച് തരാം. ആ ചേട്ടന് ബുദ്ധിമുട്ടാവില്ലല്ലോ? ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല, നീ ഇങ്ങനെയൊക്കെ നമ്മള് സഹായിക്കുക. അപ്പൊ റൂം വെക്കേറ്റ് ചെയ്ത് പോകുമ്പോ കൂട്ടി വന്നാ മതി ട്ടാ. അല്ല, നമ്മുടെ ആളെവിടെ പോയി? ആര്? ഏയ്, നമ്മളിവിടെ കുടുങ്ങുവോ? നാട്ടിലേക്ക് പോണ്ടേ നമുക്ക്? നമ്മുടെ മാമ എവിടെ പോയി? ആ അല്ല, നിങ്ങളുടെ കൂടെ എഴുതുന്ന മറ്റേ ചങ്ങാതിയാ? ആളെ പറ്റി വരില്ലല്ലോ, ഫോൺ വെച്ചിട്ട് എടുക്കണില്ല. ആളിപ്പോ തന്നെ പുറത്തു പോയല്ലോ. ആളിപ്പോ തന്നെ വരാന്ന് പറഞ്ഞിട്ടാ പുറത്തു പോയുള്ളത്. ആളെ കാണാനില്ല. ഏയ്, ഞങ്ങൾ ആളെ കാത്തിരിക്കുന്നോട് നേരം കുറയുന്നേ. ആളെങ്ങോട്ട് പോയപ്പോ? നിങ്ങളും ആളെ നമ്മൾ അഡ്ജസ്റ്റ് ഒന്നും ഇവിടെ വേണ്ട. നമ്മള് കൊല്ലം കുറേ തുടങ്ങിയിട്ട്, മനസ്സിലായ? എന്താ ആള് വല്ല കുഴപ്പമുണ്ടാക്കിയ? താൻ മനുഷ്യന് മനസ്സിലാവുന്ന രൂപത്തിൽ എന്തേലും പറയ്. അല്ല, എന്താ സംഭവം? ആള് ലേശം പെശകാ. ആള് കുറച്ച് നേരത്തെ വന്നിട്ട് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു 5000 രൂപ മേടിച്ചിട്ട് പോയുള്ളൂ. നിങ്ങൾ കിടന്നുറങ്ങാണ്, നിങ്ങളോട് ചോദിക്കാൻ പറ്റില്ല, വന്നിട്ട് തരാന്ന് പറഞ്ഞു പോയിട്ട് മണിക്കൂറായി, ഇതുവരെയും കണ്ടില്ല. ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫും. എന്താ ഈ പറയണ്? ഞങ്ങളിവിടെ പെട്ടുപോവോ? ഭാഷ അറിയില്ല, പൂവള വഴി അറിയില്ല. ഞങ്ങള് പിന്നെ എന്താ ചെയ്യണ്ട്? ഒരു വഴിയില്ല. എനിക്കെൻ്റെ പൈസ കിട്ടാണ്ട് പറ്റില്ല. അപ്പോൾ ആ പൈസ മുതലൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. അതുപോലെ ചെയ്താൽ മതി ട്ടാ. ഓക്കെ? പഴനിമലക്കോവിലിലെ പാൽക്കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി. അന്നെന്റെ പ്രസാദ്, അവിടുന്ന് തടി കഴിച്ചിലായത് ഈ ഡ്രസ്സുള്ള കാരണം കൊണ്ടാ. ഇല്ലെങ്കിൽ അവര് ആ ഹോട്ടലുകാര് ഇടിച്ച് പരിപ്പിളക്കി തന്നിടുന്നു. മാമന്റെ കൂടെ പോയല്ലേ, ഒരു പ്രശ്നം ഉറപ്പാ. ഇപ്പത് പഴനിയിലായിന്ന് മാത്രം. എന്നാ ശരി പുരുഷോ. അല്ല പുരുഷോ, നമുക്കൊരു കാര്യം ചെയ്താലാ? ഏതായാലും നമുക്ക് പണിയില്ല. ആ വേഷം നമുക്ക് ഇവിടെ കാഴ്ചയല്ല. ഏ